യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധികാരത്തിന്റെ 12 വചനത്തിൽ ദൈവം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ അവനും ചെയ്യും, അതിലും വലിയതും ചെയ്യും എന്ന് ദൈവം അവിടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മിൽ എത്ര പേർ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്? ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കരുതും, ഇല്ല അത് ദൈവത്തിന് മാത്രം സാധിക്കും. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, യേശു ദേവൻ, അതുകൊണ്ട് ആ പ്രവൃത്തികൾ ചെയ്തു. നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതും അല്ലേ? യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. നമ്മൾ പാവികൾ, പാവത്തിനാൽ ജനിച്ചവർ. നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ആ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്തത്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാർ എങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു? മുടന്തരെ നടത്തിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയിർപ്പിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി അല്ലേ? നമുക്ക് എന്തുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത്? അവരും നമ്മളെ പോലുള്ള മനുഷ്യരെ അല്ലേ? നാം അതിനെ വിശ്വസിക്കുന്നില്ല. ദൈവം പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നില്ല. ദൈവം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊരു വിഷയം, യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ, നമ്മൾ പാവികൾ, പാവത്തിൽ ജനിച്ചവർ എന്ന് നമ്മൾ കരുതു അല്ലേ? പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 12-13 വചനത്തിൽ നോക്കിയാൽ അവിടെ ദൈവം പറയുന്നു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന്. 13 വാക്യത്തിന്റെ അവസാനത്തിൽ നോക്കിയാൽ അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാലല്ലേ ജനിച്ചു? നമ്മളും ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ദൈവവചനം പറയുന്നു, ഒരുവൻ വെള്ളത്തിനാലും ആത്മാവിനാലും പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല എന്ന്. നമ്മൾ വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചവരാണ്. യേശു ക്രിസ്തു എങ്ങനെ ആത്മാവിൽ ജനിച്ചുവോ അതുപോലെ തന്നെ നമ്മളും ആത്മാവിൽ ജനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും ആ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമല്ലേ? നോഹയോട് ദൈവം വരാനുള്ള നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. അതിനെ എങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു? ഗോഫർ മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കണം. അതിന്റെ വീതി ഉയരം എത്ര ഇരിക്കണം? തട്ടുകൾ എങ്ങനെ ഇരിക്കണം? അതിന്റെ മുറികൾ എത്ര ഇരിക്കണം എന്ന് ദൈവം പറഞ്ഞു. അത് ഇങ്ങനെ തന്നെ ഇരിക്കണം, ഇങ്ങനെ തന്നെ പണിയണം എന്ന് പറഞ്ഞ് അവസാനത്തിൽ അതற்கு കീൽ തേക്കാൻ പറഞ്ഞു. കീൽ തേച്ചില്ലെങ്കിൽ അതിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടെങ്കിലും അത്ര വലിയ പെട്ടകം ഉണ്ടാക്കി അത്രയും കഷ്ടപ്പെട്ട് അതിലൊരു ചെറിയ ഓട്ട ഉണ്ടെങ്കിലും എന്നവാകുമെന്ന് പറഞ്ഞാൽ വെള്ളം അകത്തു വരും. വെള്ളം അകത്തു വന്നാൽ എന്ത് സംഭവിക്കും? ആ പെട്ടകം വെള്ളത്തിന്മീതെ പൊങ്ങി കിടക്കില്ല, വെള്ളത്തിൽ മൂങ്ങിപ്പോകും. അതുകൊണ്ടാണ് ദൈവം അതിൽ ഒരു ചെറിയ ഓട്ട പോലും ഇല്ലാതിരിക്കാൻ വേണ്ടി കീൽ തേക്കാൻ പറഞ്ഞു. അതായത് അതിനെ നന്നായി ഫിനിഷിംഗ് ചെയ്യണം. എത്ര വലുതായി പണിയുന്നു എന്നതല്ല ഇമ്പോർട്ടൻറ്റ്, എത്രത്തോളം പെർഫെക്റ്റ് ആയി ഫിനിഷിംഗ് ചെയ്യുന്നു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ആ വിധത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് നോഹായും അവരുടെ കുടുംബത്താരും മറ്റും മൃഗങ്ങളും അവരോട് കൂടെ രക്ഷപ്പെട്ടു. ആ പെട്ടകം പണിയുമ്പോൾ എല്ലാവരും പരിഹസിച്ചു, കളിയാക്കി. എന്നാൽ അവരെല്ലാം നശിച്ചു പോയി. വരാനിരിക്കുന്ന ആ ഒരു നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കും ദൈവം അതേപോലെ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളും പണിയും എന്ന് പറയും അല്ലേ? ദൈവം ഇപ്പോൾ നമുക്കും പറയുന്നു, നീ നിന്റെ പെട്ടകം ഉണ്ടാക്കുക. നിനക്കായും നിന്റെ കുടുംബത്തിനായും നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കണം? ദൈവത്തിന്റെ വചനത്തിൽ ദിനം പ്രതി ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് വചനം കേട്ടും ആ വചനപ്രകാരം നമ്മൾ നമ്മുടെ പെട്ടകം ഉണ്ടാക്കണം. അതിൽ നമ്മൾ ഒരു കൽപ്പന ലംഘിച്ചാലോ ഒരു കാര്യത്തിൽ പാവം ചെയ്താലോ ആ വലിയ പെട്ടകത്തെ ഒരു ചെറിയ ഓട്ട എങ്ങനെ പൂർണ്ണമായി ആ പെട്ടകത്തെ വെള്ളത്തിൽ മുക്കിക്കളിയുമോ അതുപോലെ തന്നെ നമ്മുടെ പാവം നമ്മുടെ രക്ഷയെ പൂർണ്ണമായി നശിപ്പിച്ച് കളിയും. അതുകൊണ്ട് നാം ഏത് തരത്തിലും ഒരു ചെറിയ ഓട്ട പോലും ഇല്ലാതെ ഒരു പാപം പോലും ഇല്ലാതെ ഓരോ ദിവസവും ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവവചനത്തിൽ നമ്മൾ നമ്മുടെ പെട്ടകം ഉണ്ടാക്കണം.
ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന്. ദൈവം വന്ന് വസിക്കുന്ന സ്ഥലം. പഴയ നിയമത്തിൽ നോക്കിയാൽ ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ചിരുന്നു. ഈ കാലഘട്ടത്ത്, അതായത് പുതിയ നിയമത്തിൽ, ദൈവം നമ്മുടെ ശരീരത്തിൽ വന്ന് വസിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായിരിക്കുന്നു. ചിലർ പറയാറുണ്ട്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ പ്രസന്നം അനുഭവിക്കാൻ കഴിയുന്നില്ല, ദൈവം എന്നിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ സോളമൻ ഫസ്റ്റ് ടൈം ദൈവത്തിനായി ഒരു ആലയം പണിതു. അദ്ദേഹം അത് പണിതപ്പോൾ നമ്മൾ 1 രാജാക്കന്മാർ 6-ാം അധികാരം മുഴുവനായി നോക്കിയാൽ അത് എത്ര മഹത്വത്തോടെയാണ് പണിതതെന്നും ഏത് രീതിയിലാണ് അത് നിർമ്മിച്ചത് എന്ന് അവിടെ കാണാം. അതിന്റെ ഓരോ മൂലയും ഓരോ മുറിയും ആ ചുവരുക്കളും തറയും ആലയത്തിന്റെ പുറംഭാഗം എല്ലാം എത്ര അത്ഭുതകരമായാണ് അദ്ദേഹം ചെയ്തത് അല്ലേ? അത് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആലയത്തെ എത്രത്തോളം നന്നായി പണിയുന്നുണ്ട്, ഏത് രീതിയിൽ അതിനെ പരിരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനായി നിങ്ങളുടെ വീട്ടിൽ ഒരു അധികാരി വരുന്നു എന്ന് കരുതുക. അദ്ദേഹത്തിന് കുറച്ചു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വീട്ടെല്ലാം നന്നായി ശുദ്ധമാക്കി താമസിക്കാൻ സ്ഥലം നൽകും അല്ലേ? എന്നാൽ അദ്ദേഹം വന്നപ്പോൾ മാത്രം ക്ലീൻ ചെയ്തിട്ട് താമസിക്കാൻ വന്നതു ശേഷം ആ വീട് ക്ലീൻ ചെയ്യാതെ അങ്ങനെ തന്നെ വിട്ടാൽ എത്ര ദിവസം ആ വ്യക്തി അവിടെ താമസിക്കും? കുറച്ചു ദിവസം നോക്കും. ആ വീട് അങ്ങനെ തന്നെ അഴുക്കായി കിടന്നാൽ താമസിക്കാൻ കഴിയുമോ? നീ താമസിക്കുന്ന ഒരു വീടായാൽ പോലും അവിടെ അല്പം അഴുക്കുണ്ടെങ്കിലും നീ അവിടെ ഇരിക്കുമോ? ഇല്ല അല്ലേ? നമ്മൾ താമസിക്കുന്ന വീടിനെ ദിവസവും ക്ലീൻ ചെയ്യുന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും അല്പം ഡസ്റ്റ് വന്നാൽ ഉടനെ തന്നെ ക്ലീൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ആലയത്തിൽ വസിക്കാൻ വന്നാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ദൈവത്തിന്റെ ആലയമായി സൂക്ഷിക്കുന്നുണ്ടോ? ഇനിയും നമ്മുടെ ഹൃദയത്തിൽ പക, വിദ്വേഷം, വഴക്ക്, അസൂയ എന്നിവ നിറഞ്ഞിരുന്നാൽ എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കും? ഇതെല്ലാം ഉള്ളപ്പോൾ ദൈവത്തിന് അത് അഴുക്കായി കിടക്കുന്ന വീട് പോലെയായിരിക്കും. ദൈവം എങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും? നമ്മൾ അത് ഗ്രഹിച്ച് ദൈവവചനത്താൽ ദിനം പ്രതി നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണം. ഒരു ദിവസം ചെയ്തിട്ട് നിർത്തിക്കളഞ്ഞാൽ ശരിയാകില്ല. ദൈവമേ എന്നിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മളെ ക്ലീനായി സൂക്ഷിക്കും. എന്നാൽ ദൈവം വന്നതു ശേഷം അതിനെ ക്ലീൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മിൽ ചിലർക്ക് ദൈവ സാന്നിധ്യം അനുഭവപ്പെടാത്തത്. യോസേപ്പ് തടവറയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ വന്ന് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മോചിപ്പിക്കുക എന്നതല്ല, നീ എങ്ങനെയുണ്ട്, എന്തു ചെയ്യുന്നു, കളിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ ദൈവം നോക്കിക്കൊണ്ടിരുന്നു. ദൈവം അദ്ദേഹത്തെ തക്ക സമയത്ത് പുറത്തു കൊണ്ടുവന്നു. ഈ ദിവസം ഇതേ രീതിയിൽ നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും കഷ്ടതയിൽ തടവറയിൽ അകപ്പെട്ട അവസ്ഥയിലാണോ? അതേ അനുഭവത്തിലാണോ? എന്റെ കഷ്ടതയിൽ എനിക്ക് വന്ന് സഹായം ചെയ്യാൻ ആരുമില്ല, ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും, എവിടേക്ക് പോകും, ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുകയാണോ? വിഷമിക്കേണ്ട, യോസേപ്പിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. നോക്കൂ, ആ പാനപാത്രവാഹകനായ വ്യക്തിക്ക് സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് നീ പുറത്തു പോയതിനു ശേഷം എന്നെ കുറിച്ച് രാജാവിനോട് പറയണമെന്ന് യോസേപ്പ് പറഞ്ഞു. ഒരു പക്ഷേ അവൻ പോയി രാജാവിനോട് സംസാരിക്കുകയും പുറത്തു കൊണ്ടുവരുകയും ചെയ്തിരുന്നെങ്കിൽ അവന്റെ കൈക്കീഴിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ജോലി ചെയ്തുകൊണ്ടോ ഇരിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ദൈവം മോചിപ്പിച്ചപ്പോൾ മിസ്രൈം ദേശത്തിന്മേലൊക്കെ ഉന്നത അധികാരിയാക്കി മാറ്റി. മറ്റാരുമല്ല, ദൈവം തന്നെയാണ് ചെയ്തത്. അതേ രീതിയിൽ ദൈവം നിന്നെ വിടുവിക്കുമ്പോൾ, ഈ കഷ്ടതയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുമ്പോൾ തീർച്ചയായും നിന്നെ ഉന്നത നിലയിൽ നിർത്തും. ദൈവത്തിനായി കാത്തിരിക്കുക. യോസേപ്പിന്റെ കഷ്ടതയിൽ കൂടെയുണ്ടായിരുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. നിനക്ക് സഹായം ചെയ്യുക തന്നെ ചെയ്യും. നീ ഇപ്പോൾ
വിചാരിക്കുന്ന ഈ തടവറ അനുഭവം അത് കടമായിരിക്കാം, രോഗമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതു രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, മക്കളുടെ പ്രശ്നമായിരിക്കാം, ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, ഇങ്ങനെ ഏതു തരം പ്രശ്നമായാലും, അല്ലെങ്കിൽ നിന്റെ ബിസിനസ് മൂങ്ങിപ്പോയി ഈ കഷ്ടതയിൽ നിന്ന് എന്നെ ആർ മോചിപ്പിക്കും, എനിക്ക് സഹായം ചെയ്യുമെന്ന് പറഞ്ഞു, എന്നാൽ ആരും ചെയ്യുന്നില്ല, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്ന് വിചാരിക്കുകയാണോ? ദൈവം തീർച്ചയായും നിന്നെ കൈവിടുന്നില്ല, നിന്നെ മോചിപ്പിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത് എന്ന്. നമ്മിൽ എത്ര പേർ ദൈവത്തിന്റെ അടുക്കിലേക്ക് മകന്റെ ഭാവത്തിൽ ചെല്ലുന്നു? മകന്റെ ഭാവത്തിലാണോ ചെല്ലുന്നത്, അല്ലെങ്കിൽ ദാസത്വത്തിന്റെ ഭാവത്തിലാണോ? നാം ദാസന്മാരല്ല, പുത്രന്മാർ. നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഒരു വിധവ സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അവൾ ജീവമാർഗത്തിനായി ധനവാന്റെ വീട്ടിൽ ജോലിക്ക് പോകുമായിരുന്നു. അവൾക്ക് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്നതിനാൽ അവനെയും കൂടെ കൂട്ടി വീട്ടിന്റെ ഒരു മൂലയിൽ ഇരുത്തി അവൾ ജോലി ചെയ്യുമായിരുന്നു. ആ വീട്ടിന്റെ യജമാനന് ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ എല്ലാ ഭാഗത്തും ഓടി നടക്കുന്നു, സോഫയിൽ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നു, ബെഡിൽ കിടന്നുറങ്ങുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അവിടെയെല്ലാം ഇരിക്കണം, ബെഡിൽ കിടന്നുറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായി. തന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇല്ല ഇല്ല, നമ്മൾ വേലക്കാരാണ്, ദാസന്മാരാണ്, നമ്മൾ അവിടെയൊന്നും ഇരിക്കാനോ കിടക്കാനോ പാടില്ല എന്ന്. ആ കുട്ടി ചോദിച്ചപ്പോഴൊക്കെയും ഇതേ മറുപടി നൽകുകയായിരുന്നു. ഇങ്ങനെയിരിക്കെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അമ്മ രോഗബാധിതയായി മരണപ്പെട്ടു. ആ വീട്ടിന്റെ യജമാനൻ വളരെ നല്ലവനും ദയയുള്ളവനുമായിരുന്നു. അവൻക്ക് കുട്ടിയോട് ദയവ് തോന്നി. കുട്ടി അനാഥയായി പോയല്ലോ എന്ന് കരുതി അവനെ ദത്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നല്ല വസ്ത്രം, ഭക്ഷണം നൽകി വീട്ടെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിന്റെ പിതാവ്, ഇവിടെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഇരിക്കാം, ഈ വീട് നിന്റേതാണ് എന്ന്. എന്നാൽ ആ കുട്ടി എന്തു ചെയ്യുന്നു? അവന്റെ മൈൻഡിൽ നാം ദാസന്മാർ എന്ന ചിന്തയാണ് ഇരിക്കുന്നത്. വന്നിരിക്കാൻ പറഞ്ഞാൽ സോഫയിൽ ഇരിക്കുന്നില്ല. അവൻ പണ്ട് ഇരുന്നിരുന്ന അതേ മൂലയിൽ പോയി ഇരിക്കുന്നു. ഒരു റൂം ബെഡ് നൽകിയിട്ട് കിടക്കാൻ പറഞ്ഞാൽ അവൻ ബെഡിൽ കിടക്കുന്നില്ല, നിലത്തിൽ കിടന്നുറങ്ങുന്നു. എന്തുകൊണ്ട്? കാരണം അവന്റെ മൈൻഡിൽ ചിന്തിക്കുന്നു, നാം ദാസന്മാരാണ്, വേല ചെയ്യുന്നവരാണ് എന്ന്. ഇതേ രീതിയിൽ തന്നെയാണ് നാം പഴയ നിയമത്തെ നോക്കി പുതിയ നിയമത്തിൽ നാം മക്കളായിരിക്കുന്നു, പുത്രരായിരിക്കുന്നു എന്ന് മറന്നു പോകുന്നു. ക്രിസ്തുവിന്റെ മുമ്പ് മനുഷ്യരെല്ലാം ദാസന്മാരായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം മക്കളായിരിക്കുന്നു. ആ ഒരു മനോഭാവത്തിൽ ഫ്രീ ആയി നാം ദൈവത്തോടെ അടുക്കിൽ വരികയാണോ? ദാസൻ പണം അല്ലെങ്കിൽ ലീവ് വേണമെങ്കിൽ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാത്തതിനാൽ ഭയത്തോടെ ചോദിക്കുന്നു. എന്നാൽ മകൻ പണം ചോദിക്കണമെങ്കിൽ പിതാവോട് ധൈര്യത്തോടെ ചോദിക്കുന്നു. അതുപോലെ നാം പിതാവോട് ധൈര്യത്തോട് ചോദിക്കുകയാണോ? അല്ലെങ്കിൽ ഭയത്തോടെ ദാസന്മാരെ പോലെ ചോദിക്കുകയാണോ? യഹോശഫത്തും മറ്റും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നതിനായി പോയി കാട്ടിലെ വെള്ളമില്ലാതെ വളരെ കഷ്ടപ്പെട്ടു. അവിടെ ആരെങ്കിലും പ്രവാചകനുണ്ടോ എന്ന് നോക്കി എലീഷ അടുക്കൽ ചെന്നു. എലീഷ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഈ താഴ്വരയിൽ കൊലികൾ ഉണ്ടാക്കുവിൻ, നിങ്ങൾ കാട്ടോ മലയോ കാണുന്നില്ലെങ്കിലും വെള്ളം വന്നു നിറയും എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് വെള്ളം ലഭിച്ചു, അവരുടെ കഷ്ടത മാറി. അതുപോലെ തന്നെ ദൈവവചനം കേൾക്കുന്നതിലൂടെ നമുക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ദൈവം പറയുന്നത് പോലെ നാം ചെയ്യണം. പക്ഷെ നാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവവചനം കേൾക്കുന്നതിൽ തന്നെ നാം വളരെ ബലഹീനരാണ്. ചിലർ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിലത്ത് വെള്ളം വീണ് അല്പം തനിച്ചു പോകുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ വചനം അല്പം മാത്രം ഉണ്ടായിരിക്കും. മറ്റു ചിലർ താഴ്വരയിൽ അല്പം വെള്ളം ഇരിക്കുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ വചനം അല്പം മാത്രം ഉണ്ടായിരിക്കും. വേറെ ചിലർ ഉണ്ട്, പാറയുടെ മുകളിൽ വെള്ളം
വെള്ളം വീണ് അത് അങ്ങനെ തന്നെ ഒഴുകി പോകുന്നത് പോലെയാണ്. അതിൽ നിന്ന് ഏതെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ചെവിയിലൂടെ കേട്ട് മറ്റ ചെവിയിലൂടെ വിട്ടുകളയും. ദൈവവചനം വായിക്കുന്നതിനാലോ കേൾക്കുന്നതിനാലോ ആ വചനത്തിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. അവർ താഴ്വരയിൽ എങ്ങനെയാണ് കുഴികൾ ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? താഴ്വരയിൽ വെള്ളം വന്നു നിന്നാൽ അവർക്ക് ആവശ്യമായ വെള്ളം തികയില്ല. അതുകൊണ്ടാണ് ദൈവം കുഴികൾ ഉണ്ടാക്കുവാൻ പറഞ്ഞത്. അവർ എത്രത്തോളം ആഴമായി കുഴികൾ ഉണ്ടാക്കിയോ അത്രത്തോളം വെള്ളം ലഭിച്ചു. നാമും ദൈവവചനം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കേൾക്കുന്നത് മാത്രമല്ല, അതിനെ പിന്നെയും പിന്നെയും ധ്യാനിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം അതിനെ ധ്യാനിക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ, കുഴികൾ ഉണ്ടാക്കുന്ന രീതിയിൽ താഴ്വരയെ ആഴത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ ആഴത്തിലേക്ക് ദൈവവചനം ഇറങ്ങിച്ചെല്ലും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാൽ, ദൈവം അയച്ചു തരുന്ന സഹായവും അനുഗ്രഹവും നിനക്ക് ലഭിക്കും. ഇതൊന്നും ചെയ്യാതെ നീ വെറുതെ വചനം കേട്ട് വിട്ടുകളയുകയാണെങ്കിൽ, നീ കേൾക്കുന്നതിനാലോ വായിക്കുന്നതിനാലോ ആ വചനത്തിൽ നിന്ന് നിനക്ക് യാതൊരു പ്രയോജനവും ലഭിക്കില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ദൈവം നമ്മെ പുരോഹിതന്മാരും രാജാക്കളുമാക്കി എന്ന്. മലയാളത്തിൽ രാജ്യവും എന്നാണ് ഇരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ കിങ്സ് എന്നാൽ രാജാക്കന്മാർ അല്ലേ? നാം പുരോഹിതന്മാരായി നടക്കും. എപ്പോഴും പ്രാർത്ഥന ചെയ്യും, ഉപവസിക്കും, ദൈവത്തിന് സ്തുതി എന്ന യാഗം അർപ്പിക്കും അല്ലേ? എന്നാൽ രാജാക്കന്മാരായി അധികാരത്തോടെ നടക്കുന്നുണ്ടോ? നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല ഇരിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥന ചെയ്യണം, യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യണം. അതായത് നമുക്ക് വരുന്ന പ്രശ്നങ്ങളുടെ മധ്യയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യണം. കാരണം ദൈവം നമ്മെ രാജാക്കന്മാരാക്കി ഇരിക്കുന്നു. രാജാക്കന്മാരാക്കി അധികാരം നൽകിയിട്ടുണ്ട്. സാത്താന്റെ മേൽ നമുക്ക് പൂർണ്ണമായ അധികാരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പോകണം. ഗോലിയാത്തിന്റെ മുന്നിൽ ചെന്ന് യുദ്ധം ചെയ്യുന്നതിന് പകരം മുട്ടുകുത്തിരുന്ന് ദൈവമേ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവിടെ യുദ്ധം ചെയ്യണം. ആ സമയത്ത് യുദ്ധം ചെയ്യണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥന ചെയ്യണം. ദാവീദ് എപ്പോഴും യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധവും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥന ചെയ്തിരുന്നു. വെറുതെ രാജാവായാൽ പോരാ. രാജാവിന് എങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ദാവീദിനെ നോക്കിയാൽ പ്രാർത്ഥന ചെയ്യേണ്ട സമയത്ത് പ്രാർത്ഥിച്ചു, യുദ്ധം ചെയ്യേണ്ട സമയത്ത് ധൈര്യത്തോടെ ദൈവത്തിൽ വിശ്വസിച്ച് യുദ്ധത്തിന് പോയി. എന്നാൽ സൗലിനെ നോക്കിയാൽ ഗോലിയാത്ത് വന്നപ്പോൾ 40 ദിവസം ഇസ്രായേലിയരും സൗലും ഭയപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അവർ യുദ്ധം ചെയ്യാൻ പോയില്ല. എന്നാൽ ദാവീദ് ധൈര്യത്തോടും വിശ്വാസത്തോടും ദൈവം എന്നെ സഹായിക്കും എന്ന് യുദ്ധത്തിന് പോയി. അതുപോലെ തന്നെ നമ്മളും പ്രശ്നങ്ങൾ വരുമ്പോൾ വിജയം നൽകുന്നത് ദൈവം തന്നെയാണ്. കാരണം ദാവീദിന് വിജയം നൽകിയത് ദൈവം തന്നെയാണ്. ദാവീദ് അവിടെ ചെന്ന് വലിയ യുദ്ധമോ പോരാട്ടമോ നടത്തില്ല. നമ്മളും അധികാരത്തോടെ സാത്താനെ എതിർക്കുമ്പോൾ, പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം നമുക്ക് വിജയം നൽകുന്നു. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് ദൈവമേ സഹായിക്കണമേ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നാം യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യണം. ഇത്രയും കാലമായി ഞാൻ എത്ര കഷ്ടപ്പെടുന്നു, എത്ര വേദന അനുഭവിക്കുന്നു, എത്ര പ്രാർത്ഥിക്കുന്നു, എത്ര ഉപവസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കഷ്ടങ്ങൾ? ഇനിയും എത്ര നാൾ ഞാൻ ഇങ്ങനെ ഇരിക്കണം? ദൈവമേ, സത്യമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ സത്യമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ കോപത്തിലാണോ? സത്യമായും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം നൽകൂ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. ദൈവവചനം പറയുന്നു, അവിടുത്തെ കോപമോ ക്ഷണനേരം മാത്രമാണ്, അവിടുത്തെ സ്നേഹമോ നിത്യമാണ്. അവിടുത്തെ സ്നേഹം എങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവരെ? നിത്യമാണ്. യെരേമിയാവിൽ ദൈവം പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടങ്ങൾ? എനിക്കൊരു അടയാളം വേണമെന്ന് ചോദിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അടയാളത്തിന്റെ ആവശ്യമില്ല. ദൈവം ദൈവമായി ഇരുന്നേറ്റും തന്റെ സകല മഹിമയും സകല തേജസ്സും ഉപേക്ഷിച്ച് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനെ പോലെ ജീവിച്ചു. എനിക്ക്
എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിൽ തന്റെ ജീവൻ നൽകി. അദ്ദേഹം കുരിശിൽ തന്റെ ജീവന് നൽകിയതിലൂടെ നമ്മെ എത്ര സ്നേഹിക്കുന്നു എന്ന് ആൾറെഡി കാണിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പുതിയ അടയാളത്തിന്റെ ആവശ്യമില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നെ സഹായിക്കും എന്നാൽ എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടങ്ങൾ എന്ന് ഇനിയും ചോദിക്കുന്നുണ്ടോ? എങ്കിൽ ഇസ്രായേലർക്ക് ദൈവം കാനാൻ ദേശം നൽകിയിരുന്നെങ്കിലും അവർ ആ ദേശം കൈവശപ്പെടുത്തണമെങ്കിൽ അവർക്ക് പോരാടേണ്ടി ഇരുന്നു. അവർ വാളെടുത്ത് യുദ്ധം ചെയ്തു പോരാടി. ഈ നാളിൽ ദൈവം നിങ്ങൾക്ക് എല്ലാം നൽകി കഴിഞ്ഞു. നിങ്ങളുടെ കടബാധ്യതയാകട്ടെ, ആരോഗ്യമാകട്ടെ, ദൈവം എല്ലാം നൽകിയിരിക്കുന്നു. തന്റെ ജീവൻ പോലും നൽകി. ദൈവം നിങ്ങളെ വളരെ സ്നേഹിക്കുന്നു. എന്നാൽ നിങ്ങൾ അത് കൈവശപ്പെടുത്തണം. ഇസ്രായേലിയർ എങ്ങനെയാണോ കൈവശപ്പെടുത്തിയത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച്. ദൈവം നിങ്ങളോട് എന്താണ് പറഞ്ഞത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. പിന്നെ എന്തുകൊണ്ട് സാത്താൻ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു? നിങ്ങളുടെ അധികാരത്തിൽ നിന്ന് പോരാടണം. വചനം എന്നും വാളെടുത്ത് നിങ്ങൾ വചനം പ്രഖ്യാപിച്ചുകൊണ്ട് പോരാടണം. പോരാടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ നേടിയെടുക്കണം. ദൈവം നമുക്കായി വെച്ചിട്ടുള്ളത് നാം കൈവശപ്പെടുത്തണം. ഓരോ തവണയും നാം പാവം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് അത് സ്ലോ പോയിസൺ പോലെ കടന്നു ചെല്ലുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും സ്ലോ പോയിസൺ ചെന്നാൽ 1, 2, 3 മാസങ്ങളിൽ ആ വ്യക്തി മരണപ്പെടും. അതുപോലെ നമ്മുടെ ആത്മാവിലേക്ക് സ്ലോ പോയിസൺ കടന്നുകൊണ്ടിരിക്കുകയും നാം അത് തടയാതിരിക്കുകയും ദൈവത്തിന്റെ രക്തത്താൽ അത് ശുദ്ധീകരിക്കാതിരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു ദിവസം ആത്മാവ് മരിക്കും. ഇപ്പോൾ ദൈവം ആദാമിനോടും അവളോടും പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നെങ്കിൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞു. അവർ മരിച്ചുപോയോ? സത്യത്തിൽ അവിടെ മരിച്ചത് എന്താണ്? അവരുടെ ആത്മാവ്. അതുപോലെ നാം പാവം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാം തുടർച്ചയായി പാവം ചെയ്തു കൊണ്ടിരുന്നാൽ ആത്മാവ് മരിക്കും. ഒരാളുടെ ശരീരത്തിൽ സ്ലോ പോയിസൺ ഉണ്ടോ എന്ന് ഡോക്ടേഴ്സ് ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്യും. കൂടുതൽ ചെക്ക് ചെയ്യാൻ അവർ എന്ത് ചെയ്യുമെന്നാൽ ഫോറൻസിക് ഡോക്ടേഴ്സ് തലമുടിയെടുത്ത് അതിൽ ചെക്ക് ചെയ്യും. എന്ത് ദിവസം മുതലാണ് ഈ പോയിസൺ ശരീരത്തിൽ കടന്നത്? എത്ര ദിവസമായി ശരീരത്തിൽ കടക്കുന്നു? ഇടയിൽ ഏത് ദിവസമാണ് കടക്കാതിരുന്നത്? ഏത് ദിവസങ്ങളിലാണ് അവർ ഇത് കളിച്ചത്? എത്ര മാസങ്ങളായി അല്ലെങ്കിൽ എത്ര ദിവസങ്ങളായി ശരീരത്തിലേക്ക് സ്ലോ പോയിസൺ കടക്കുന്നു എന്ന് അവർ ചെക്ക് ചെയ്യും. അതുപോലെ നാം പാവം ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. പാവം നമ്മുടെ ആത്മാവിലേക്ക് കടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇനിയും ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യാൻ ദൈവവചനത്തിൽ ദിവസവും നാം നമ്മെ തന്നെ ചെക്ക് ചെയ്യണം. നമ്മുടെ ആത്മാവിലേക്ക് ഇന്ന് സ്ലോ പോയിസൺ കടന്നിട്ടുണ്ടോ? ഈ ദിവസം നാം ഏത് പാപം ചെയ്തു? ആ പാപം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ദൈവവചനത്തിൽ ചെക്ക് ചെയ്തിട്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കും? ഒരു ദിവസം മരിക്കും, നരകത്തിലേക്ക് പോകും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ശലോമോൻ പറയുന്നു, എന്റെ പിതാവ് നടത്തിയ യുദ്ധങ്ങൾ കാരണം എന്റെ കാലത്ത് സമാധാനം ഉണ്ട് എന്ന്. ദാവീദ് ചെയ്ത യുദ്ധം മൂലം ശലോമോന്റെ കാലത്തിൽ അദ്ദേഹത്തിന് സമാധാനം ഉണ്ട്. ശത്രുവിന്റെ ഭയമില്ലാതെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാവ് നമുക്കായി എന്തു ചെയ്തിരിക്കുന്നു? സാത്താനെ ജയിച്ചിരിക്കുന്നു. ക്രൂശിൽ കർത്താവ് എന്തു ചെയ്തു? ശത്രുവിനെ ജയിച്ചു. ആ ശത്രുവിന്റെ എല്ലാ അധികാരത്തെയും എല്ലാ ആയുധങ്ങളെയും പിടിച്ചെടുത്ത് ക്രൂശിൽ ജയിച്ചു. അത് നമുക്ക് അറിയാമോ? തന്റെ പിതാവ് എന്തു ചെയ്തു എന്നതിൽ ശലോമോനിന് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം അതിൽ നിലനിൽക്കുന്നു. ഒരുവേള വീണ്ടും ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം പൂർണ്ണമായി തയ്യാറായിരിക്കുന്നു. തന്റെ സൈന്യത്തോടെ കൂടി തയ്യാറായിരിക്കുന്നു. ചെന്ന് യുദ്ധം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാവ് നമുക്കായി സാത്താനെ ജയിച്ചു കളഞ്ഞു. അവന്റെ മേൽ നമുക്ക്
നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഇനിയും നമ്മുടെ ജീവിതത്തിൽ അവൻ വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് പറയുന്നു. നാം ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽക്കണം. ദൈവം സാത്താന്റെ മേൽ നമുക്ക് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല എന്ന് ദൈവം അരുളിയിരിക്കുന്നു. അതിനാൽ സാത്താൻ നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നത്തിലും സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷയിലും നമുക്ക് ജയിക്കാൻ കഴിയും. ആൾറെഡി ദൈവം ജയിച്ചു. നാം എന്ത് ചെയ്യണം? ജസ്റ്റ് അതിൽ നിന്നുകൊണ്ട്, ആ ജയത്തിൽ നിന്നുകൊണ്ട് സാത്താനെ എതിർക്കണം. ശലോമോനിന് ഉണ്ടായിരുന്ന ആ സമാധാനം, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന് എന്ത് അധികാരം ലഭിച്ചിരിക്കുന്നു? താൻ ആരാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി അറിയാം. ഈ നാളിൽ ദൈവം നമുക്കായി എന്തു ചെയ്തു? നമ്മുടെ പിതാവ് നമുക്കായി എന്തു ചെയ്തു? നമ്മുടെ അധികാരം എന്ത്? നാം ആരാണെന്ന് നമുക്ക് അറിയാമോ?